കേരളം മൊത്തം താങ്കളുടെ ഒരു ഡ്രസ്സിനെ കുറിച്ച് സംസാരിച്ചു. ഈ മുഖത്തിന് നോക്കി ഞാൻ എങ്ങനെ പ്രേമിക്കും? ആശാനും ശിഷ്യനും വേറെ ലെവൽ. അതെ, മുമ്പ് കേട്ടിട്ടുണ്ട്. അതിന്റെ കഥ കേൾക്കട്ടെ. We decided to send him for a spa massage. റിയൽ വേൾഡ് സെനാരിയോയിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കാണുക പോലും ചെയ്യില്ല, കണ്ടാൽ നോക്കുക പോലും ചെയ്യില്ല, നോക്കിയാൽ സംസാരിക്കുക പോലും ചെയ്യില്ല. വേറെ ആൾക്കാർ നമുക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. വളരെ ബുദ്ധിമുട്ടി ചെയ്തായിരിക്കും, പക്ഷെ വളരെ ഇതിൽ അങ്ങനെ വന്നു പോയി. ഇപ്പൊ കളിയാക്കും ക്യാമറ ഡിപ്പാർട്ട്മെന്റിനേക്കാളും കൂടുതൽ അമല പോണ്ട കൂടെ ഫൺ ഓഫ് മീ. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് താങ്കൾ? സംസ്ഥാനങ്ങൾ എന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അമലയുടെ എനിക്ക് പറയാനുള്ളത് വെച്ചെങ്കിൽ കേരളം മൊത്തം താങ്കളുടെ ഒരു ഡ്രസ്സിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഞാൻ വേറൊരു ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കട്ടെ. ദ റെഡ് ഡ്രസ് സിനിമ, ആ ഒരു കോണ്ടെക്സ്റ്റില് ഇങ്ങനെ ഒരു ഡെസേർട്ടിന്റെ ലാംഗ്വേജിലുള്ള ഒരു സിനിമയില് എങ്ങനെയായിരുന്നു ഈ കോംപ്ലക്സിറ്റി ക്യാരക്ടറിന് വെൻ ഹി നറേറ്റഡ് യു ആൻഡ് ദെൻ ഫോർ യു ഓൾസോ ഇറ്റ്സ് എനിക്ക് തോന്നുന്നു ആടൈ കഴിഞ്ഞിട്ട് എല്ലാം ഡ്രസ്സാണ്. അതെ, ആടൈ കഴിഞ്ഞിട്ട് ഉള്ളൊരു ഒരു ഔട്ടിംഗ് ഇതായിരിക്കണം വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്ക് തോന്നി. എനിക്കിത് കഥ കേട്ടപ്പം ഐ ലവ്ഡ് ഹൗ കോംപ്ലെക്സ് ദാറ്റ് ക്യാരക്ടർ ഇസ്. ആൻഡ് ഓൾസോ ഈ യൂഷ്വൽ ത്രില്ലർ ജോണറിൽ നമുക്ക് കോംപ്ലെക്സ് ക്യാരക്ടേഴ്സ് വന്നാലും അത് മോസ്റ്റ്ലി ക്ലീഷേ ആയിരിക്കും. ലൈക്ക് യുനോ ഒരു പാവം നോർമൽ ഗേൾ ലൈക്ക് ഇങ്ങനെ ഒരു സൈക്കോ ചേസ് ചെയ്യുന്നു ഓർ വാട്ട് എവർ ലൈക്ക് മോസ്റ്റ്ലി ക്ലീഷേ ആയിട്ടായിരിക്കും കേൾക്കുന്നത്. ബട്ട് ഇത് ഐ ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ദിസ് മോഡേൺ വിമൻ ഇസ് മീറ്റിംഗ് ദിസ് guy who's living in solitude. അവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഭയങ്കര ഓപ്പോസിറ്റ് ലൈക്ക് ഡിഫറെന്റ് യൂണിവേഴ്സസിൽ ഉള്ള ആൾക്കാരാണ്. ആൻഡ് ലൈക്ക് ടു സോർട്ട് ഓഫ് അതിലൊരു കോമണാലിറ്റി ഉണ്ട്. അതെ, ഒരു കോമണാലിറ്റി ഉണ്ട്. ആൻഡ് ടു സോർട്ട് ഓഫ് ബ്രിങ് ദാറ്റ് കെമിസ്ട്രി ആൻഡ് ദെൻ ഹെർ ബാക്ക് സ്റ്റോറി. അപ്പോൾ എനിക്ക് അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിയും ആൻഡ് to deliver that role being a modern woman like as real as possible and more close to who I am. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസിഫിന്റെയും അമലയുടെയും ഷറാഫുദ്ദീന്റെയും 3 പേരുടെയും ഈ ഒരു പെർഫോമൻസിനെ പറ്റി എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കുഡോസ് ടു യു. താങ്കളെ പറ്റിയിട്ട് നല്ല ഒരു സാധനം ഞാൻ കേട്ടത് ആശാനും ശിഷ്യനും വേറെ ലെവൽ. സൈക്കോളജി ത്രില്ലർ പഠിപ്പിക്കാൻ മാഷ് വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ജോസഫ് വന്നുകൊണ്ട്. എന്നിരുന്നാൽ പോലും ആദ്യത്തെ സിനിമ ഈ സൈക്കോളജിക്കൽ സ്ലോ ബേണർ ആയിട്ടുള്ളൊരു ത്രില്ലർ എന്ന് തന്നെ പറയാം. ആ ഒരു സിനിമയിൽ കൂടെ ചിലപ്പോൾ ചില 3 പേരുടെ സിനിമയിൽ കൂടെ വരുമ്പോൾ നമുക്കതിൽ കുറേ എന്താ പറയുക ഒരു ഡിസ്റ്റോർഷൻ വരും, ഒരു ക്യാരക്ടറിൻ്റെ പല ലെയേഴ്സ് വരും, പിന്നെ ഒരുപാട് അവരുടെ തോട്ട്സും പെർസ്പെക്റ്റീവ്സും. അറ്റ് ദ എൻഡ് നമ്മൾ ഓഡിയൻസിന് ഇതൊക്കെ ശരിയായിരുന്നോ, അതത് എൻ്റെ തോന്നലായിരുന്നോ, അത് ഡയറക്ടർ പറഞ്ഞാണ്, ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നു അർഫസ്? അത് മാം ആക്ച്വലി ഞാൻ ഈ സ്റ്റോറി എഴുതി ഒരു 1 ലൈനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് ജിത്തു സാറിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി സാറിനോട് ബൗൺസ് ചെയ്യാറുണ്ട്, സാറിന് ഫീഡ്ബാക്ക് ചെയ്യാറുണ്ട്, അത് അവർക്ക് അങ്ങനെ നടക്കാറുണ്ട്. പക്ഷേ ഈ സ്റ്റോറി കേട്ടപ്പോൾ സാറ് പറഞ്ഞു ദിസ് ഷുഡ് ബി എ ഫസ്റ്റ് ഫിലിം ബിക്കോസ് ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അപ്പാരൻ്റ്ലി. സോ ഹി സെഡ് ഇത് വർക്ക് ചെയ്യും, ഇത് നമുക്ക് ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. മാം പറഞ്ഞ പോലെ ഇത് ഒത്തിരി ലെയേർഡ് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്റ്റോറിയാണ്. അധികം എക്സ്പോസ്ഡ് ആയിട്ടില്ലാത്തൊരു ജോണറാണ് സ്ലോ ബേണേഴ്സ്. അപ്പോൾ അത് എങ്ങനെ ഓഡിയൻസ് എടുക്കും എന്നുള്ള ഒരു തോട്ടൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഇത് ചെയ്യണമെങ്കിൽ അത് മലയാളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക ബിക്കോസ് വി ഹാവ് ദാറ്റ് ഓഡിയൻസ്. സോ ദെൻ ഒരു ഡെസേർട്ട് ലാംഗ്വേജ് പിടിക്കാൻ, അതും ടുണീഷ്യയിൽ പോയി ചെയ്ത ആദ്യത്തെ സിനിമയാണ് അല്ലേ ഇത്? അപ്പോൾ അങ്ങനെ ആ ഒരു അവിടേക്ക് പോകാനുള്ള കാരണം എന്താ? ഡെസേർട്ട് മൗണ്ടൻ ആവാം. അതെ, ആക്ച്വലി ഇതിൽ ഈ സിനിമയിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ സിനിമ കാണുമ്പോൾ ഐ മീൻ ദിസ് വാട്ട് ഐ ഫീൽ, എത്ര പേർക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഫസ്റ്റ് ടൈം സിനിമ കാണുമ്പോൾ ഇതിൻ്റെ ക്യാരക്ടേഴ്സും ഇതിൻ്റെ കഥയും അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇൻട്രീഗ് ചെയ്യുക ഓഡിയൻസിനെ, അതായിരിക്കും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക. But when you watch it the second time, there are elements that we have kept in the screenplay for the second watch. അതിൽ കുറച്ച് metaphors ഉണ്ട്, അതിൽ കുറച്ച് poetic ആയിട്ടുള്ള visuals ഉണ്ട്. A visual which looks like a painting has a meaning that you would probably understand when you watch it the second time. The colors have a meaning. The red dress, the green house. Yes. These are, I don't know how many people will get it, but there are such elements in the film throughout. അത് എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് വാച്ച് എലിമെന്റ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഞാൻ അധികം അങ്ങനെ മലയാളത്തിൽ കണ്ടില്ല. അപ്പോൾ ഐ വാണ്ടഡ് ടു എക്സ്പെരിമെന്റ് ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ വിൽ റിയാക്ട് ടു ഇറ്റ് അഗൈൻ, ബട്ട് ഐ വാണ്ടഡ് ടു ഡു ദാറ്റ്. ആൻഡ് ആദ്യത്തെ 15 മിനിറ്റ് ഡയലോഗ് ഇല്ല. അത്
ഫലിപ്പിക്കാനായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നോ? മാം ഫസ്റ്റ് ആക്ച്വലി ഈ കഥ എന്ന് പറയുന്ന ഒരു ഇമാജിനറി വേൾഡിൽ നടക്കുന്ന കഥയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഈ ലോകത്തിലോട്ട് ഈ ഓഡിയൻസിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക്. ടു ബ്രിങ് ദം, വി നീഡ് ടു ഗിവ് ദം ടൈം, വി നീഡ് ടു സെറ്റ് ദാറ്റ് പ്രിമൈസ്, വി നീഡ് ടു സെറ്റ് ദാറ്റ് ജിയോഗ്രഫി റൈറ്റ്. That takes time, you know. Other set ചെയ്യാൻ വേണ്ടിയിട്ടാണ് that I've used that 20 minutes, 15-20 minutes to get the audience here rather than taking the story to them. So that was the idea. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല, അതായത് തുളസിയുടെ ജ്യൂസ് കൊടുക്കാം ഡെസേർട്ടിൽ പറയാനുള്ള കാരണം എന്താ? അത് സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് when you watch the second time you will get ചിലർക്ക് ഫസ്റ്റ് ടൈം കിട്ടുമായിരിക്കും, പക്ഷെ ഫസ്റ്റ് കാണുമ്പോൾ we are more interested to know what is happening with this character, what is the story, where is the story heading. Second time when you watch, you probably will find, you'll notice the props behind or you know such things. So this is one of them. Specifically Appu Prabhakarante frames and your Deepu's editing, it's like a പിക്ചർ പോസ്റ്റ് കാർഡ് മാറി ഒരു ബ്രൗൺ കളർ. കുറെ ആരെങ്കിലും പറഞ്ഞോ, അതായത് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യം എടുക്കുമ്പോൾ ഇത് വേണോ? ജിത്തു ജോസഫ് പറഞ്ഞു യു ഷുഡ് ബി ഫസ്റ്റ് ഫിലിം. പക്ഷേ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു എന്തായിരുന്നു ആസ് എ ന്യൂ കമർ? ഫസ്റ്റ് തിങ് വാസ് ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി തുടങ്ങുന്നത് മുതൽ ഷൂട്ട് വരെ I had enough time. So when you sit on a script again and again, you keep on adding elements, you keep on layering it up. അപ്പോൾ ആ സമയം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആൻഡ് when I started writing, ഇതൊന്നും ഈ എലമെന്റ്സ് ഒന്നും റൈറ്റ് ഇൻ ദ ബിഗിനിങ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ എഴുതി വന്ന് പിന്നെയും വായിച്ച് പിന്നെ എഴുതി പിന്നെ കുറച്ച് ദിവസം മാറ്റി വെക്കും, പിന്നെ എടുക്കും, പിന്നെയും വായിക്കും, പിന്നെ അങ്ങനെ ചെയ്തൊരു പ്രോസസ്സിലൂടെ വന്നതാണ്. അതെ, താങ്കളുടെ കാര്യത്തിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. പിന്നെ അവസാനം നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ആര് പറയുന്നത് സത്യം, ആര് പറയുന്നത് ശരി, ഇതൊക്കെ സത്യമാണോ, നമ്മുടെ മനസ്സിൽ നമ്മളെ ഒരു മൈൻഡ് ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. അതെ, അമലയ്ക്ക് തോന്നിയ വിത്ത് ആസിഫ് ഓഫ് കോഴ്സ് വാട്ട് വാസ് യുവർ ദ എൻറ്റയർ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഇരുത്തി പോകത്ത് വിചാരിക്കില്ല, യു ആർ എ ഗുഡ് ആക്ട്രസ്, എവറിബഡി ഹസ് ടെൽ ദാറ്റ്, എന്നിട്ട് ആരും അല്ല മോശമായിരുന്നു അമല എന്ന് പറഞ്ഞിട്ടില്ല. അഗ്രി? അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആദ്യം സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രോസസ് ഓൾറെഡി ഐ തിങ്ക് ഫോർ മീ, ഞാൻ ആ സ്റ്റോറി കേട്ടിട്ട് വെൻ ഐ എം ഹുക്ഡ് ഓൺ ആൻഡ് ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്യുമെന്ന് ആ ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് എൻ്റെ പ്രോസസ് സ്റ്റാർട്ടായി. അപ്പോൾ തൊട്ടേ ആ മൈൻഡിൽ ദറ്റ് ക്യാരക്ടർ വുഡ് ബി റണ്ണിങ് ആൻഡ് ലൈക്ക് ഐ വുഡ് സോർട്ട് ഓഫ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ സിമിലാരിറ്റീസ്, വാട്ട് ആർ തിങ്സ് ദാറ്റ് ആർ നോട്ട് സിമിലർ, വെയർ ഡു ഐ നീഡ് ടു കീപ് ദാറ്റ് ബൗണ്ടറി. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ട്യൂണീഷ്യയിലെത്തി, വി വർ ഡിസ്കസിങ് ദ കോസ്റ്റ്യൂം പോലും ഇത് റെഡ് ഡ്രസ് ആയിരുന്നില്ല ഇനിഷ്യലി പ്ലാൻ ചെയ്തത്. വി വർ പ്ലാനിങ് ടു ഗോ വിത്ത് പേസ്റ്റൽസ്. അപ്പം പേസ്റ്റൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഐ ലവ് ലൈക്ക് ബീങ് പാർട്ട് ഓഫ് മൈ കോസ്റ്റ്യൂം റിസർച്ച്. ആടയിലൊക്കെ ഞാനും ഡയറക്ടറും ഞങ്ങളൊരു ടീം ഒരുമിച്ച് പോയാണ് പർച്ചേസ് ചെയ്യുന്നത്, ലൈക്ക് ഇട്ട് നോക്കിയിട്ട്. അതിൻ്റെ ഒരു ലൈക്ക് കംഫർട്ട് വേറെയാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ. വേറെ ആൾക്കാർ നമുക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ പേസ്റ്റൽസ് ഒന്നും ഒരു ഭംഗിയാവുന്നില്ല ഡെസേർട്ട് ആ ഒരു ഇതിൽ നോക്കുമ്പോൾ. അങ്ങനെ സഡൻലി ഓൺ Pinterest I found this very beautiful red dress, and you remember that picture? There is this very beautiful woman standing in that red dress. അതിന്റെ ബാക്കിൽ ഒരു കോൺവെന്റ് പോലത്തെയോ അല്ലെങ്കിൽ പണ്ടത്തെ ഈ ഹോളിവുഡ് ഫിലിംസിലൊക്കെ കാണിക്കുന്ന മേ ബി ലൈക്ക് എ മെന്റൽ ഹോസ്പിറ്റൽ, അങ്ങനത്തെ ഒരു ലൈക്ക് എ വെരി ആർട്ടിസ്റ്റിക് വേ, വെരി എസ്തെറ്റിക് വേ, ഫുൾ നേച്ചറൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഐ എം ലൈക്ക് ഓ മൈ ഗോഡ്, ഷീ ഈസ് ഹർ, ഐ ഫൗണ്ട് ഹർ. എനിക്ക് ആ ഒരു ഭയങ്കര ഒരു കണക്ഷൻ അപ്പം തന്നെ തോന്നി. ഐ ഷെയർഡ് ഇറ്റ് വിത്ത് അർഫാസ് ആൻഡ് ഹി വാസ് ഓൾസോ ലൈക്ക് വാവ്, ദിസ് ഈസ് സൂപ്പർബ്. പിന്നെ പക്ഷെ ഇത് ഡെസേർട്ടിൽ എങ്ങനെ ഉണ്ടാവും, വിൽ ഇറ്റ് ബി ലൈക്ക് ടു ജാസി, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രോസസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വി അറൈവ്ഡ് ടു ദാറ്റ് ഡ്രസ്. ഇതുപോലെ തന്നെ മൈനയിലും ത്രൂ ഔട്ട് ആ റെഡ് ദാവണി എടുത്തിട്ടാണ് ആ ഫിലിം മോസ്റ്റ്ലി ലൈക്ക് 80%. ഈ 3 പേരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ 3 ക്യാരക്ടേഴ്സ് ഞാൻ പറയുന്നതിന് മുമ്പ്, അത് 1964 സുനിൽ ദത്ത് ഹാഡ് കം ഇൻ മൂവി കോൾ യാദേ, ഒറ്റ ആളേലു. ഓക്കെ, ഇത് പിന്നെ രാംഗോപാൽ കോൺ എന്ന് പറയുന്ന 3 ആളേലു സിനിമയിൽ. അത് ഇതുമാതിരിയാണ്, നുണയാണോ സത്യമാണോ, ആരാ സത്യം പറഞ്ഞ, ഇതൊക്കെ തന്നെ. ഇൻ ദിസ് മൂവി വെൻ യു ഹാവ് ടു ഡീൽ വിത്ത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഒരു സബ്പ്ലോട്ട്സ് ഇല്ല. ഇതിലൊരു മോണോട്ടണി വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, these characters are very interesting. If when you watch, you would understand that ഒന്ന് ഈ ഒരു സോഷ്യൽ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീം എൻസിലിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്, socially, culturally, educationally, financially, in all aspects they are extremely opposite. Real world scenario il oru pakshe iver renduperum kaanuga polum cheyilla, kandal nokku polum cheyilla, nokkiyal samsarikku polum cheyilla, angathe characters aanu. For them to have at one point a chemistry between them, you need to build that up.
So that building process visually is very engaging. Even the names, Chetali, അല്ലെങ്കിൽ സിഞ്ചോ, പിന്നെ രഘു is of course. അങ്ങനെയുള്ള പേരുകൾ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു. On the Raghu, I wanted it to be a very common name. Chaitali, I wanted that name to be remembered. അതെ, മുമ്പ് കേട്ടിട്ടുണ്ട്. അതിന്റെ കഥ കേൾക്കട്ടെ. I know the story, but okay. I'm taking it to my grave. So yeah, I knew this person Chaitali. So that is where the name came from. Yeah, and കുറച്ച് unusual ആയിട്ടുള്ള ഒത്തിരി കേട്ടിട്ടുള്ള കോമൺ അല്ലാത്ത സിഞ്ചു ആൻഡ് എന്താ പറയാ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന് പറ്റിയ പേരാ. അതെ അതെ, മറ്റേ മരുന്നിന്റെ പേര് പോലെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ സോ യാ ഐ വാണ്ടഡ് ലിറ്റിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സൗണ്ട് ചെയ്യുന്ന പേരുകൾ വേണമായിരുന്നു. അങ്ങനെയാണ് ചൈതാലിയും സിഞ്ചു. ആൻഡ് ഇന്റർവൽ സീക്വൻസ് താങ്കളുടെ ഗുരു ജിത്തു ജോസഫ് സർ ചെയ്യുന്ന മാതിരി തന്നെ ഒരു ഹൈയിൽ കൊണ്ട് നിർത്തുന്നുണ്ട് താങ്കൾ, യുനോ, ആൻഡ് ദെൻ യു ബ്രിങ് ഇറ്റ് ടു ദ നെക്സ്റ്റ്. അപ്പോൾ അതിലെത്തുമ്പോൾ യുനോ വെൻ യു ഹാവ് ടു ബ്രിങ് ഇൻ ദീസ് എലിമെന്റ്സ് ഓഫ് ഇന്റർവൽ സീൻ, ഈ ഷൂട്ട് ചെയ്യുമ്പോൾ 3 ക്യാരക്ടേഴ്സ് ഉള്ളൂ, ആൻഡ് ദെൻ യു ഓൾസോ നീഡ് ടു ഹാവ് ദിസ് എന്താ പറയുക അവരുടെ പാസ്റ്റ് പറയുന്നുണ്ട്, അവരുടെ കഥകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി വന്നിട്ട് ഈ ഇന്റർവൽ സീനിലേക്ക് എത്തിക്കുമ്പോൾ what was your process there? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം അവിടെ കൊണ്ടുവരാൻ കാരണം? It actually came very naturally while writing it. ആദ്യം ഇവിടെ ആയിരിക്കണം ഇന്റർവൽ എന്ന് വിചാരിച്ച് എഴുതിയതല്ല. എഴുതി വരുമ്പോൾ ഒരു ഹൈ പോയിന്റ് വരുന്നുണ്ട് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദി ഫിലിം. അപ്പോൾ ഇറ്റ് നാച്ചുറലി ഫിറ്റ് ഇൻ. അതുകൊണ്ട് അത് ഇന്റർവൽ പോയിന്റ് ആക്കി. വളരെ ബുദ്ധിമുട്ടി ചെയ്തായിരിക്കും, പക്ഷെ വളരെ അങ്ങനെ വന്നു പോയി. അതെ, ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ അർഫാസ് ഇതിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എത്ര പേർക്ക് ഫസ്റ്റ് ടൈമിൽ ഇതുവരെ മറ്റേ ഡോങ്കിയുടെ കാര്യങ്ങളും എഴുതി കണ്ടല്ലേ. സോ അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് അറിയത്തില്ലല്ലോ. നമ്മൾ സെറ്റിലെത്തുമ്പോൾ വീൽ സീ ദ ഡീറ്റെയിലിംഗ്. എന്തായിരുന്നു റെഫറൻസ് ഇതിന്? വാട്ട് വാസ് യുവർ റെഫറൻസ് ദാറ്റ് ആ ഒരു ഡ്രസ്? പക്ഷേ character reference? There were no character references. So what we used to do is, like for example, Amala's character, we used to talk about the character so much. A lot. So the understanding that I have about the character, she should have the same understanding for her to deliver the way I want her to deliver. Adagana we had a lot of conversations. I was really confused initially. I'm like, you know, how to portray this. Yeah, in such a way. Initially I wanted to portray it in such a way that, you know, ചെറിയ ഒരു nuances എവിടെയോ കൊടുക്കണം for a second time audience, you know, like audience, because actually that's the truth, right? But again അത് ഒരിക്കലും പിടിക്കപ്പെടരുത്. അത് ഭയങ്കര ചാലഞ്ചാണ്. ആൻഡ് അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ഐ റിമെമ്പർ കോളിംഗ്, ഐ വാസ് ഇൻ ടച്ച് വിത്ത് എ സൈക്യാട്രിസ്റ്റ്, വൺ ഡോക്ടർ. ഐ വാസ് കോൺസ്റ്റന്റ്ലി ടോക്കിംഗ് ടു ഹിം ആൻഡ് ഐ സ്പോക്ക് ടു ജിത്തു സർ ഓൾസോ ഫ്രം ട്യൂണീഷ്യ. ഐ കോൾഡ് ഹിം, യു നോ, ലൈക്ക് ഐ വാസ് ലുക്കിംഗ് ഫോർ ക്ലാരിറ്റി. എനിക്ക് കൺവിൻസ് എങ്ങനത്തെ രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് കൺവിൻസ്ഡ് ആവുന്നില്ല. അതും ഒരു ത്രെഡാണ് അല്ലേ? ഇപ്പോൾ ആസിഫിനും കൂടെ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഹിം. അതായത് ഒരു എന്താ പറയുക പ്രോസ്തെറ്റിക് മേക്കപ്പ് വെച്ച് വേറൊരു രീതിയിൽ അതിന് ആക്ട് ചെയ്യും വേണം. ആൻഡ് ദാറ്റ് ഒരു ലോൺലിനെസ്സും സോളിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു വേദനയും ഒക്കെ തന്നെ. അതെ, ഫോർ ഇൻസ്റ്റൻസ് ആസിഫിന്റെ ഈ ക്യാരക്ടറിന്റെ ലുക്ക് ഞാനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും ലിൻഡ മാം കോസ്റ്റ്യൂം ഡിസൈൻ എല്ലാം ഇരുന്നിട്ട് നമ്മൾ ഒത്തിരി ഡിസൈൻ ചെയ്തിട്ട് എത്തുന്നത്. ഇറ്റ് ലുക്സ് പെർഫെക്റ്റ്, യു നോ, ഇറ്റ് ലുക്ക് ദിസ് ഇസ് ദ ലുക്ക് ദാറ്റ് വി വാണ്ടഡ് എന്നുള്ളത് അറൈവ് ചെയ്തു. പക്ഷേ ആ ലുക്ക് ക്യാരി ചെയ്യുമ്പോൾ if the nuances, the mannerisms, the body language, if it doesn't match, it will look like fancy dress. ഇത് എന്തോ കേട്ടിട്ട് ചെയ്യുന്ന പോലെ. നമ്മളവിടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ആ സീൻ നോക്കുമ്പോൾ കുറച്ച് ഓവർ ആകുമോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കൺസേൺ ഉണ്ടായിരുന്നു. ഈവൻ ആസിഫ് ഓൾസോ ഹാഡ് ദാറ്റ്. നമ്മൾ ക്യാമറയിൽ വിത്ത് ദ മ്യൂസിക് ആൻഡ് വിത്ത് ദ പെർഫോമൻസ് എന്റെ അല്ലല്ലോ കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് looks a little, you know, intense, like ആ പല്ലും, and then he wanted us to have that chemistry and hug him and all that. I'm like, ഈ മുഖത്തിന് നോക്കി ഞാൻ എങ്ങനെ പ്രേമിക്കും? And that is where the film begins. And then you move away. Sorry for not being a racist here, but sorry, that's not. And even the scene where ഈ കുട്ടി കട്ടിലും അദ്ദേഹം താഴെ കിടക്കുന്ന ഒരു സീൻ, ഒരു ആ സീനിനെ കുറിച്ച് സംസാരിക്കാം. Yeah, so that was one of my favorite. Yeah, so that is the first evening or night that they spend together. So a man who has not seen a woman for a very long time, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം അയാളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. സോ ഇഫ് യു സീ ആസിഫ്സ് പെർഫോമൻസ് യു വിൽ ക്യാച്ച് ദാറ്റ്. ഓരോ പ്രാവശ്യം പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ഇത് പറയട്ടെ, ഇങ്ങനെ പറയണം, ഇതായിരിക്കും സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഇറ്റ് വാസ് ഇൻ ദ സ്ക്രിപ്റ്റ്. മാക്സിമം സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്തു അല്ലേ? സ്ക്രിപ്റ്റ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിരുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയായിരുന്നു. ലൈക്ക് ഐ സെഡ്, ഒത്തിരി സമയം ഉണ്ടായിരുന്നു, അപ്പോൾ എഴുതി ഡീറ്റെയിൽഡ് ആയിരുന്നു.
സോ ഇറ്റ് വാസ് ഈസിയർ. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഹി റീച്ചസ് എ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാവും. സോ ഒരാൾക്കത് ലസ്റ്റും ഒരാൾക്കതൊരു ഡേഞ്ചറും ആണ്. അതെ അതെ അതെ. അപ്പോൾ അതും അങ്ങനത്തെ ഒരാൾ ഹി വാണ്ട്സ് ടു ബി a good guy in front of, he wants to be like, you know, I'm a nice guy. അതും പോർട്രേ ചെയ്യാനുണ്ട്. എന്നാൽ he's got emotions, you know, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ കൂടെ she's feeling very awkward that, you know, there is no other way but to spend. She says no one else sleep outside and all that. But finally there is a moment where they are in the room and they spend the night together. So I think that's pretty interesting. And it happens. അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്ക് എത്തണം എന്നില്ല, പക്ഷെ you may be forced to do it, you know. അതെ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും ചാലഞ്ച്? ഇപ്പോൾ കാരണം ഐ ടെൽ യു ദിസ് ബിക്കോസ് ഞാൻ ഡെസേർട്ടിൽ കാണുന്ന 3ാമത്തെ സിനിമയാണത് ഈ കൊല്ലം, 4ാമത്തെ ആക്ച്വലി. വൺ ഇസ് വാലിബൻ ആൻഡ് ദെൻ കംസ് ആടുജീവിതം, ദെൻ കംസ് മലയാളി ഫ്രം ഇന്ത്യ. ഇറ്റ്സ് ഓൾ ഹാസ് ഒരു ഡെസേർട്ടിൻ്റെ മരുഭൂമിയുടെ ഭാഷ പറയുന്നുണ്ട്, ഇതിലും ഉണ്ടത്. അപ്പോൾ ട്യൂണീഷ്യയിലുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? താങ്കൾ മരുഭൂമിയിൽ തന്നെയാണ് ഇപ്പോൾ. അതെ, മരുഭൂമി എനിക്ക് ജീവിതം ഗോവയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ആക്ടിങ് മൊത്തം മരുഭൂമിയിലാണ് മുളയ്ക്കുന്നത്. ട്യൂണീഷ്യ അടിപൊളി പ്ലേസ്. ലൈക്ക് എന്ത് ഭയങ്കര, ഞങ്ങളവിടെ റമദാൻ ടൈമിലായിരുന്നു ഷൂട്ടിനെത്തുന്നത്. സോ ഇറ്റ്സ് എ മുസ്ലിം കൺട്രി റൈറ്റ്. അപ്പം ലൈക്ക് നമ്മൾ ത്രൂ ഔട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത പിന്നെ ത്രൂ ഔട്ട് ലൊക്കേഷൻ വരെ ട്യൂണീഷ്യ വരെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഫുൾ ഡെസേർട്ട്സ് ആണ്. ബ്യൂട്ടിഫുൾ സൺസെറ്റ്സ് ആൻഡ് വെരി ബ്രെത്ത് ടേക്കിംഗ്. എവിടെ ഫ്രെയിം വെച്ചാൽ അത്ര ഭംഗിയുള്ള സ്ഥലം. ഞങ്ങൾക്ക് മെയിനായിട്ട് ചലഞ്ച് ഉണ്ടായത് റമദാൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര ലിമിറ്റഡ് ക്രൂ ആയിരുന്നു. ലൈക്ക് അവിടെ നിന്ന് കിട്ടാനായിട്ട്. അപ്പം അപ്പൊ ഒക്കെ കളിയാക്കും, ക്യാമറ ഡിപ്പാർട്ട്മെന്റിനേക്കാളും കൂടുതൽ അമല പോണ്ട കൂടെ ഫൺ ഓഫ് മീ. ബട്ട് അത് കാരണം അഗെയിൻ ഫുഡ് ഓൾസോ വാസ് വെരി ചാലഞ്ചിങ്. അപ്പൊ ആദ്യത്തെ 2 ദിവസമൊക്കെ ഭയങ്കര മെഡിറ്ററേനിയൻ ക്വിസീൻ, ഹെൽത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും പിടിച്ചു തന്നു. ബട്ട് പിന്നെ ആസിഫ് എല്ലാരും ഒരു മസാല ദോശ കിട്ടും. സോ ലൈക്ക് മമ്മി കൊടുത്തുവിട്ട അച്ചാറും അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും മാനേജ് ചെയ്തത്. ഐ തിങ്ക് ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഭയങ്കര ലവ് ഉണ്ടായിരുന്നു സെറ്റില്. ചെറിയ ടീമായിരുന്നു. യാ. അപ്പൊ ഈ എത്ര ദിവസം ഷൂട്ട് ചെയ്തു? 23 days. That's it. So you know ഭയങ്കര ഒരു എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു എനർജി വൈബ് ഫിലിമിനുണ്ട്. തീർച്ചയായിട്ടും. Actually we are going through a lot of tough times as well, but because this team was so good, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് it became a very happy kind of memory. അതെ, കാരണം നിങ്ങൾ സെറ്റിൽ സംസാരവും ലെവൽ ക്രോസ് തന്നെയായിരിക്കണം. ഈ ലെവൽ ക്രോസ് പേരിടാൻ കാരണം തന്നെ പല ക്യാരക്ടേഴ്സിന്റെയും ജീവിതം പല ഭാഗത്തു കൂടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അല്ലേ? ഒന്നാം കുട്ടിക്ക് കൂടി മനസ്സിലാവുന്നല്ലേ ഞാൻ പറയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സൈക്കോളജി ത്രില്ലേഴ്സ് സിനിമ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ ലെവൽ ക്രോസ് ആസ് എ ഡിഫറെൻറ്റ് സ്ഥാനം എന്ന് ഞാൻ റിവ്യൂവിൽ എഴുതി കണ്ടുവരാറ്. വെച്ചെങ്കിൽ പുതുമുഖ സംവിധായകരിൽ വന്ന നല്ലൊരു സിനിമ ചെയ്ത ഒരാളെ ആ ലിസ്റ്റിലേക്ക് ചേർക്കാം, താങ്കളുടെ പേര്. അത് വലിയ കാര്യമാണ്. ഐ മീൻ സോ മെനി കുട്ടികളും മറ്റേ ഓൺലൈൻ റിവ്യൂസും ഒക്കെ തന്നെ. It's a solid debut for Arfaz. സത്യം, മലയാളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് ഡയറക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലെവൽ ക്രോസിലുള്ള അനുഭവം എന്തായിരിക്കും? ഓഡിയൻസിന് വന്നു കഴിഞ്ഞാൽ അവർ റെഗുലർ കാണുന്ന സിനിമകളെക്കാളും ഒരു വ്യത്യസ്തം, ഒരു ഡിഫറെൻറ്റ് സിനിമ കാണാനായിട്ട് സാധിക്കും. ഒന്ന് അത് വിഷ്വലി മാത്രമല്ല, ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു 4K നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ ലാൻഡ്സ്കേപ്സ് ആണ്. ദ പെയിൻറ്റ് ഒരു DOPയുടെ വർക്ക്, അപ്പുവിൻ്റെ വർക്ക് ഇസ് ബ്രില്യൻറ്റ്. each frame looks like a painting, and soundscape ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. JD ആണ്, ജയദേവ് ചക്കാടത്താണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നാഷണൽ അവാർഡ് വിന്നർ. അപ്പോൾ എൻ്റെ ഫാദർ ആൻഡ് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ആൻഡ് എക്സ്ട്രീംലി എന്താ പറയാ, അടിപൊളി അഭിനയം. 3 പേരെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന ഇതാണ്. പിന്നെ നല്ലൊരു സ്റ്റോറിയും ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ you will not be disappointed. I was going to say that it won't be disappointing. Like slow burners ഇഷ്ടമില്ലാത്ത ഓഡിയൻസ് ആണെങ്കിൽ പോലും you know there are some treats waiting for you. അത്രയും നേരം ഇരുന്നതിന്റെ ചിലപ്പോൾ നമ്മൾ തനിയാവർത്തനമൊക്കെ അങ്ങനെ തന്നെ സ്ലോ ബേണർ തന്നെയില്ലേ? അതൊക്കെ നമുക്കും അല്ലേ, അങ്ങനത്തെ എത്രയോ സിനിമകളുണ്ടായിരുന്നു ആ കാലത്ത്, 90s 80s വന്ന സിനിമകൾ. സോ ഐ തിങ്ക് ഐ എം സോ ഹാപ്പി. താങ്കൾക്ക് കുട്ടി വലുതാവുമ്പോൾ പറയാം, നീ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ വന്ന സിനിമയാണ് ലെവൽ ക്രോസ്. എങ്ങനെയാണ് ഈ മദർഹുഡ് ട്രീറ്റിംഗ് യു? രാത്രി ഉറങ്ങാറുണ്ടോ? രാത്രി ഉറക്കം വെച്ചിട്ട് കുറവാണ്. ബട്ട് ഇറ്റ്സ് പണ്ടൊക്കെ എത്ര ഉറങ്ങിയാലും ഐ ഫീൽ സോ ടയർഡ് ആൻഡ് ഡ്രൗസി ഓൾ ദ ടൈം. ബട്ട് ഇപ്പം 3-4 hours ഉറങ്ങിയാലും ഐ ഡോണ്ട് നോ there is this energy that has come in, and I think അപ്പോൾ ഈ പ്രൊമോഷനൊക്കെ മുമ്പ് വാവ കൊണ്ടുപോകും? ഇറ്റ് ഡിപ്പെൻഡ്സ്. ലൈക്ക് ഇതുവരെ എല്ലാം ഞാൻ ഷോർട്ട് ഡ്യൂറേഷനിലുള്ളത് ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ബാലൻസ് ചെയ്യുന്നത്. I don't want to carry him around കാരണം ഇപ്പം it's too small, too fragile. 1 മാസമായില്ലേ ഇപ്പോൾ വാവ? 48 days. അതെ,
അപ്പോൾ കണ്ണൂർന്ന് ചിരിക്കാനൊക്കെ തുടങ്ങിയ ചിരിക്കാൻ തുടങ്ങിയപ്പോ അതായത് അച്ഛനും ജഗത്തിനും അമ്മമ്മയ്ക്കും ഒക്കെ ചിരി എന്നെ കാണുമ്പം ഇതാണ് ഐ ഫീൽ യൂസ്ഡ്. അതെ അതന്നെ അവർക്ക് മാത്രം സ്നേഹം, അമ്മയ്ക്ക് മാത്രം he wants to get his food. My milk booth is here. Give me now. പക്ഷെ ഭക്ഷണം കഴിക്കാൻ മടിയില്ല, ആൾക്ക് ഫുഡ് കിട്ടിയാൽ മതി, ബാക്കി എല്ലാ പ്രശ്നവും പിന്നെ വെരി പീസ്ഫുൾ ബേബി, ഗോവൻ ബേബി. അതെ ഗോവൻ ബേബി അതന്നെ. ഇലായി അല്ലേ പേര്? ഇലായി. നൈസ്. ആൻഡ് അപ്പൊ ഇനി തിരിച്ചു പോയി ഗോവയ്ക്ക് പോകുന്നതായിരിക്കും കുട്ടിയുടെ ബാപ്റ്റിസം കഴിഞ്ഞാൽ. അതെ. ഓക്കെ. ഹസ്ബൻഡ് ഇസ് ഫ്രം സൂരത്ത്, ഗുജറാത്ത്, ലിവിംഗ് ഇൻ ഗോവ. അപ്പൊ ഈ 3 സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് താങ്കൾ? സംസ്ഥാനങ്ങൾ എന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. തമിഴ്നാട്, തമിഴ് സിനിമയുണ്ട്, ഗുജറാത്തിൽ മറ്റേ ഭർതൃഗൃഹം, ഗോവയിൽ താമസം, കേരളം വരാൻ മിസ് ചെയ്യാൻ പറ്റില്ല. ചോദിച്ചതേ ഉള്ളൂ. അതെ അതെ, എൻജോയിങ് ദ ബെസ്റ്റ് ഓഫ് എവറി പ്ലേസ്. അതാണ്. സൂരത്ത് ഇസ് എ ഫുഡ്, ഓ മൈ ഗോഡ്, ആണോ? ബെസ്റ്റ് ഫുഡ് ഐ ഹാവ് ഹാഡ്. ഇല്ല, അടിപൊളി ഫുഡാണ് സൂരത്തില്. അത് പിന്നെ ഗോവ ഇസ് എവറിതിങ്. അതാണ്. സിനിമ കണ്ട ശേഷം ആദ്യം വിളിച്ച ഗംഭീരായിട്ടെന്ന് പറഞ്ഞാരാ, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാരാ? സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാർ ഉണ്ടായിരുന്നു. സാർ വന്ന് ഇത് ചെയ്തിട്ട് പറഞ്ഞു. ആ ഒരു പിടുത്തം തന്നെയായിട്ടുണ്ടാവില്ല. ഐ റിയലി ഫീൽ ദാറ്റ്. അതെ, ഒരു ഫിലിം മേക്കർ, ബഡ്ഡിംഗ് ഫിലിം മേക്കർ അമ്മയായതുകൊണ്ട് എനിക്ക് ആ ഫീലിംഗ് കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, ഐ ടെൽ ഹിം. ആൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ എവറിബഡി ഈസ് ടോക്കിംഗ് സോ ഗ്രേറ്റ് അബൌട്ട് ദ ഫിലിം. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വിളിച്ചിട്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ലെവർ ക്രോസ്. അതിങ്ങനെ റെഡ് അല്ലാതെ ഗ്രീൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. യെസ്. അപ്പൊ റെഡ് ഡ്രസ് ഇട്ടാലും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.